എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, സൂപ്പർ സൂപ്പർ. ഭയങ്കര ആഗ്രഹമായിരുന്നു തിയേറ്ററിൽ കാണുന്നു. അത് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നമ്മുടെ ലാലേട്ടനെ അധികം സങ്കടമുണ്ട്. പിന്നെ ഇതൊക്കെയല്ലേ വരേണ്ടത്. ഇത് നരസിംഹ ഇതൊക്കെ നമ്മുടെ ലാലേട്ടൻ്റെ ഊർജ്ജം തന്നെ ഇതൊക്കെയാണ്. അടിപൊളിയാണ്, നല്ല എക്സ്പീരിയൻസ്. ശരിക്കും എന്താ പറയുക, ആവേശം ഉണ്ടായത്, നല്ല ആവേശം ഉണ്ടായത്. പുതിയ പടം ഇറങ്ങുന്നതിൻ്റെ ആവശ്യം ഉണ്ടായത്. മേൽമുരുക എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, ലൈഫ് ടൈം. ശരിക്കും പൂരപ്പുറം ബാക്കി ആ പാട്ടും ആ ക്ലൈമാക്സും എല്ലാം ഒന്നും പറയാനില്ല. നല്ല പടം, രോമാഞ്ചൊക്കെ അടിച്ച്. പടം ഇറങ്ങിയിട്ട് 20 വർഷമായി. അതിൻ്റെ ഒരു ഇതൊന്നും ഓളമുണ്ട്. ഫസ്റ്റ് പടത്തിനോട് ഫീലാണ്. അത് അതേ പ്രശ്നം ഇപ്പോഴും ഉണ്ട്. നൈസ് ഓളം, പാട്ടായാലും ഓരോ സീനായാലും വേറെ ഒന്നും പറയാം. എന്തോന്ന് പറയാ, 2005 അന്ന് കാണാൻ പറ്റില്ല, ഇന്ന് കാണാൻ പറ്റും. ഒരു രക്ഷയില്ല. എന്തോന്ന് പറയാം, ഫസ്റ്റ് പടത്തിന്റെ ഒരു ഫീലാണല്ലോ തിയേറ്ററിൽ. പിന്നെ ഒരു രക്ഷയില്ല. കാലയുടെ നമിച്ചു. ഞാന് 2005 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിനിമ കാണുന്നത്. അന്ന് കണ്ട് അതേ ഒരു ഫീലാണ് ഇപ്പോഴും കിട്ടി. കാര്യം ഈ സിനിമ അങ്ങനത്തെ ഒരു മാജിക്കാണ്. എപ്പോഴും കണ്ടാലും നമുക്ക് ഫസ്റ്റ് കാണുന്ന അതൊരു പ്രശ്നത്തിൽ ലാലേട്ടൻ ആ ക്യാരക്ടർ അത് അത്രയും നല്ല രീതിയിൽ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെ മോളെ അല്ല, വീണ്ടും തിയേറ്ററിൽ ഈ പടം വരുമ്പോൾ ഒരു ഓളമാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. പഴയ ലാലേട്ടനെ ഒന്നുകൂടെ കാണാൻ പറ്റി. ലാലേട്ടൻ എന്ന് പറഞ്ഞ ചങ്ക് ഉയരല്ലേ. പിന്നെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ വേറെ രക്ഷയില്ല. കാരണം പറഞ്ഞ ഫാൻ എന്നെയാണ്. അടിപൊളി എക്സ്പീരിയൻസ് തിയേറ്ററിൽ മറ്റേ വേൽമുരുക പാട്ടൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓളം പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എല്ലാവരും കണ്ട് എത്ര വേണമെങ്കിലും കാണാം, ഇനിയും കാണാം. അടിപൊളി പടം. ശരിക്കും റീ റിലീസ് ഉണ്ടാവുമോ? ഈ റീ റിലീസ് ഉണ്ടാവുമോ? ഇനി ഉണ്ടാവണം.